പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ചാവറ കുറിയാക്കോസ് ഏലിയാസ് അച്ഛൻ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ കൈനഗിരി ഇടവകയിലെ ജനങ്ങളെ പ്രധാനമായി മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയ ലഘുഗ്രന്ഥമാണ് ചാവരുൾ. ജനങ്ങളോടുള്ള തൻ്റെ പ്രതിബദ്ധതയിൽ അവരെത്രമാത്രം കുടുംബജീവിതത്തിൽ വിശുദ്ധിയുള്ളവരായി വ്യാപരിക്കണമെന്ന് ചാവറളിലൂടെ വിശുദ്ധ ചാവറ കുറിയാക്കോസ് ഏലിയാസ് അച്ഛൻ പറയുകയാണ്. കുടുംബം സഭയുടെ മൗലിക ഘടകമാണ്. കുടുംബത്തിലാണ് ആദ്യം സഭ രൂപം കൊള്ളുന്നത്. മാമോദീസ സ്വീകരിച്ച് അപ്പനും മക്കളുമായി ജീവിക്കുന്ന കുടുംബം, അത് വാസ്തവത്തിൽ തിരുക്കുടുംബം പോലെ വിശുദ്ധമായി ജീവിക്കേണ്ട ഒരു മനുഷ്യ ഘടകമാണ് എന്ന് ചാവറയച്ചൻ ആഗ്രഹിച്ചു, പഠിപ്പിച്ചു. അതിനുള്ള പ്രബോധനങ്ങൾ അദ്ദേഹം നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് ക്രൈസ്തവരുടെ ഇടയിൽ മദ്യപാനം, കലഹങ്ങൾ, അതിർത്തി തർക്കങ്ങൾ, അതുപോലെയുള്ള ദുസ്തഴക്കങ്ങൾ പലതും ഉണ്ടായിരുന്നു. ഇവയെല്ലാം മാറ്റി വിശുദ്ധിയിൽ സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ത്യാഗമനോഭാവത്തോടുകൂടി ഒക്കെ ജീവിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാരും ശിഷ്യകളുമായിട്ട് കുടുംബത്തിലെല്ലാവരും വളരണമെന്ന് ചാവറയച്ചൻ പ്രബോധിപ്പിക്കുകയാണ് ചാവറളിലൂടെ. അപ്പോൾ ഈ ഒരു ചാവരുൾ നമുക്കിന്നൊരു ദർശക ഗ്രന്ഥമാണ്. ചാവറയച്ചൻ അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഫ്രാൻസിസ് പാപ്പ 2 സിനഡുകൾ നടത്തി കുടുംബത്തെക്കുറിച്ച്. കാരണം ഇന്ന് കുടുംബം നേരിടുന്ന വെല്ലുവിളികൾ അന്നത്തേക്കാൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അതുപോലെ തന്നെ അപകടകരങ്ങളായിട്ടുള്ളവയാണ്. അവയെ നേരിടേണ്ടതും അവയെ വിജയിക്കേണ്ടതും ഇന്ന് ക്രൈസ്തവരായ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഇന്ന് കുടുംബത്തെ കാർന്നു തിന്നുന്ന തിന്മകളിൽ മദ്യപാനം ഇപ്പോഴുമുണ്ട്, ലഹരിയുടെ ഉപയോഗമുണ്ട്, യുവജനങ്ങളെയാണ് അത് കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെ ഗർഭഛിദ്രം, കാരുണ്യവധം മുതലായ തിന്മകളും നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്നു. സ്ത്രീധനം കൊടുക്കുന്ന ആ വ്യവസ്ഥിതി അത് കുടുംബത്തെ എത്രമാത്രം ബാധിക്കുന്നുവെന്ന് ചാവറയച്ചൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അത് നിലനിൽക്കുന്നു. അതിൻ്റെ പേരിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടുംബത്തിലുണ്ടാകുന്ന തിന്മകൾ എപ്രകാരം കുടുംബത്തിൻ്റെ ഭദ്രതയെയും സമാധാനത്തെയും ബാധിക്കുന്നു എന്നുള്ളത് അന്നതുപോലെ ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ തിന്മകളെ നേരിടുവാൻ അതുപോലെ തന്നെയുള്ള ഒന്നാണ് മാധ്യമങ്ങളുടെ സ്വാധീനം. മാധ്യമങ്ങൾ ആധുനിക കാലത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. പത്രമാസികകളാകുന്ന മാധ്യമങ്ങളെ വളരെ കാലമായിട്ട് നമ്മോടുകൂടിയുണ്ട്. എന്നാൽ റേഡിയോ, ടെലിവിഷൻ മുതലായവ പിന്നീട് വന്നു. ഇപ്പോൾ നമുക്കുള്ളത് ഇൻ്റർനെറ്റ് മീഡിയയാണ്. ഇൻ്റർനെറ്റിൻ്റെ വിവിധങ്ങളായ ഗഡ്ജറ്റ്സിലൂടെ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ അറിയുവാനും മറ്റുള്ളവരെ അറിയിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ അവയിലൂടെ അധാർമികമായിട്ടുള്ള, കുട്ടികളെയും യുവജനങ്ങളെയും വഴിതെറ്റിക്കുന്ന, മുതിർന്നവർക്ക് പോലും തങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ പ്രേരണകൾ നൽകുന്ന മാധ്യമ സൃഷ്ടികളുണ്ട്. അപ്പോൾ അവയെയൊക്കെ നമ്മളെങ്ങനെ കാണണം? ഒന്നും കാണാതെ കണ്ണടച്ചിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എല്ലാറ്റിനെയും വിലയിരുത്തി മനസ്സിലാക്കുവാനും പ്രത്യേകിച്ച് യുവജനങ്ങളെയും കുട്ടികളെയും പഠിപ്പിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ചാവറയച്ചൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇവയെല്ലാം പരാമർശിച്ചുകൊണ്ട് മറ്റൊരു ചാവരുൾ എഴുതുമായിരുന്നു. അമിതമായ ആഡംബരം ഒരു തിന്മയാണെന്ന് നമുക്കറിയാം. എന്നാൽ അതുപോലെ തന്നെ തിന്മയാണ് അമിതമായ ലുപ്തും. ദൈവം നൽകുന്ന സമ്പത്ത് വിവേകപൂർവ്വം ചെലവഴിക്കേണ്ടതിനെപ്പറ്റി പറയുകയാണ് ഈ ഹ്രസ്വ ചിത്രത്തിലൂടെ.
അരി ഇടാനും മമ്മിക്ക് വലിയ പിശുക്ക. ഒന്ന് പോടി ഒച്ചേ, അത് പിടിയേരിയ. പാവങ്ങൾക്ക് കൊടുക്കാനായിരിക്കും. പാവങ്ങൾക്ക് മാസാവസാനം അരിയില്ലാണ്ട് വരുമ്പോ കഞ്ഞി വെക്കാനാ. മമ്മിയുടെ ഒരു പിശുക്ക്. വെറുതെ അനിയൻകുട്ടി മമ്മീനെ പിശുക്കി മമ്മി എന്ന് വിളിക്കണേ. അവന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഇപ്പോഴേ അവന് 500 രൂപ മുകളിലോട്ടുള്ള ഷർട്ട് വേണം, പിന്നെ വില പിടിച്ച ഷൂ വേണം. നടക്കില്ല മോളെ ഇതൊന്നും. അതൊക്കെ പപ്പ വരുമ്പോ വാങ്ങിച്ചോ. പപ്പ വരുമ്പോ വാങ്ങിക്കാന്ന് അവനും പറയണേ. വാങ്ങിക്കട്ടെ. മമ്മി, ഞാനിന്ന് ചാവറപ്പിതാണ്ട് കൊറേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്താണാവോ? ആ പീട്ടറേട്ടന്റെ കടയിൽ നിന്ന് അൽഫാം വാങ്ങിച്ച. അൽഫാമോ? 1,500 രൂപയ്ക്ക് അൽഫാമോ? എന്റെ അച്ചുവേ, അതൊക്കെ നിന്റെ പപ്പ വരുമ്പോ വാങ്ങിയാ മതി. ഒരു പിശുക്ക് മമ്മി. ഞങ്ങളൊരു ഗൾഫുകാരന്റെ മക്കളല്ലേ. നോക്കിക്കോ, ഞങ്ങളുടെ അച്ചാച്ചൻ വരുമ്പോ ഞങ്ങൾ അച്ചാച്ചനെ കൊണ്ട് പണിപ്പിക്കും. എന്റെ ആങ്ങളെയല്ലേ, അതിനെ സോപ്പിട്ട് പറ്റിച്ചു തിന്നു. മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല. ഹോ, മമ്മിക്ക് പറ്റിയൊരു വാചകം ഇതിൽ ചാവറപ്പിതാവ് എഴുതിയിട്ടുണ്ട്. നോക്കിക്കോ. ആഡംബരം പോലെ തന്നെ ലുബ്ധും തിന്മയാണ്. നിങ്ങളുടെ ധനം മനുഷ്യർക്കു വേണ്ടി ചെലവഴിക്കണം, അല്ലെങ്കിൽ അത് ധാർമ്മികതയല്ല. ഇതും ഏറ്റില്ല. സെബിച്ചായ, എന്താ നീ അത്യാവശ്യമായിട്ട് വിളിക്കാൻ പറഞ്ഞത്? ഒരു പറ്റി സെബിച്ചായ. നമ്മുടെ തെക്കേലെ ആന്റോളിയനില്ലേ, ഞാൻ പിശുക്കി ഉണ്ടാക്കിയ 2 ലക്ഷം രൂപയും കൊണ്ട് മുങ്ങിയോ? കൊറേ പേരെ പറ്റിച്ചിട്ടുണ്ട്. നിനക്ക് അങ്ങനെ വേണം. എന്നെ എന്റെ മക്കളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ അല്ലേ? അയാള് ഗുണം പിടിക്കത്തില്ല. ഓ, അവൻ പിന്നെ അന്തോണി സൂണിയാണല്ലേ? എന്റെ ശാലി, ആഡംബരം കാണിച്ചതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ നമുക്ക് കിട്ടിയ പണി നീ മറന്നു മോളെ? പണി പോയ കാര്യല്ലേ? എന്തായിരുന്നു എന്റെ അഹങ്കാരം? നാട്ടിലെ മെയ്സൺ പണിക്കാരനായിരുന്ന ഞാൻ ദുബായിലെ അൽ അമീൻ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലിക്കയറ്റം കിട്ടിയത് നാട്ടിൽ വന്ന് ആഘോഷിച്ചതായിരുന്നു അന്ന്. അന്ന് കുറെ അഹങ്കരിച്ചു. എന്നെ ഗൾഫിലേക്ക് അയച്ച റോയിച്ചിനെ വരെ തെറി വിളിച്ചു. ഇതെപ്പോഴും ചെയ്യാൻ പറ്റുമോ? ഞാനത് എത്ര ധരിച്ചാ എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നീ എന്നെ സഹായിച്ചിട്ടുണ്ട്, അത് ഞാൻ മറന്നിട്ടില്ലല്ലോ. നീ എന്നെ സഹായിച്ച ഒരു 25 ഞാൻ എന്നെ സഹായിച്ചല്ലേ? എന്താ പറയാ, എന്റെ ഇഷ്ട ഓരോരുത്തന്മാരെ വിളിക്കുന്നത് ഈ സ്വർഗത്തിലെ കട്ടുമ്പോ നമ്മളൊരു കമ്പനി. എന്റെ ഒന്നുമില്ലായ്മയിൽ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തവരായിരുന്നു അന്നത്തെ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്ന ഏറെ പേരും. നല്ല വീടും കാറൊക്കെ വാങ്ങിച്ച ശേഷം ബന്ധുക്കാരൊക്കെ ഒരുപാട് കൂടി. സത്യത്തിൽ ഞാനിതൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിലും ആഡംബരത്തിലും അഹങ്കാരത്തിലും ഞാൻ ഇതെല്ലാം മനഃപൂർവ്വം മറന്നു. പലരെയും പുച്ഛിച്ചു. ആ ഫംഗ്ഷനിൽ വെച്ച് തന്നെ എനിക്ക് പണി കിട്ടിയില്ലേ? കമ്പനി കൂട്ടിന്ന് റഹ്മാൻ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ സകല വെള്ളം ഇറങ്ങി.
എന്റെ അഹങ്കാരത്തിനും ആഡംബരത്തിനും ദൈവം തന്നൊരു പണിയായിരുന്നു അത്. പിന്നെ എന്റെ മക്കളുടെ പ്രാർത്ഥന കൊണ്ടാ തിരിച്ചു കിട്ടിയത് ഈ ജോലി. ഇന്ന് നമ്മുടെ മോൻ ചാവറപിതാവിന്റെ ഒരു ലീഫ്ലെറ്റ് കൊണ്ടുവന്നു. ഉം, പിശുക്കും ആഡംബരവും ഉം, പാടില്ലെന്നാ ഉം. ചാവറപിതാവിന്റെ ചാവരുളിൽ പറയുന്നത്. ഞാൻ ഇനി ഒരു പിശുക്കിനും പോകുന്നില്ല. എന്റെ മക്കള് തിന്നണ്ട കാശാ അവൻ കൊണ്ടുപോയത്. എന്റെ ചാവറപിതാവേ, അങ്ങയുടെ ചാവരുൾ അനുസരിച്ച് ഞങ്ങള് ജീവിച്ചോളാം. വർഷങ്ങളായി നമ്മൾ പറഞ്ഞും കേട്ടും പ്രചാരത്തിലിരിക്കുന്ന മലയാളത്തിലെ ഒരു പദപ്രയോഗമാണ് ഞായറാഴ്ച ക്രിസ്ത്യാനി. എന്നാൽ കടമുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് വിശുദ്ധ ചാവറയച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ മാത്രം നമ്മൾ ദിവ്യബലിയിൽ സംബന്ധിച്ചാൽ മതിയോ? ഈ ചിത്രം നമുക്ക് കണ്ടു നോക്കാം. മോളെ, ഇതെന്താ വണ്ടി പോകാൻ ഇത്ര താമസം? ആരോ വരാനുണ്ട് ലീലാമ്മച്ചി. ഇന്ന് അതിയാൻ എന്നെ കൊല്ലും. എന്തു പറ്റി ലീലാമ്മച്ചി? ഏയ് ഒന്നുമില്ല. നിന്റെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയോ? ആ പോയി. ലീലാമ്മച്ചി ആരെ നോക്കിയേ? ദേ ആരെ ധ്യാനത്തിന് വരുന്നത് നോക്കിയേ. എന്റെ കെട്ടിയോൻ. ആര്? കുഞ്ഞച്ചൻ ചേട്ടനോ? ആ അതേന്ന്. ഒരു പണി കെട്ടി എന്റെ കെട്ടിയോന്. പള്ളിയുടെ കാര്യം പറഞ്ഞ പുള്ളിക്ക് ഭ്രാന്ത. ദിവസവും പള്ളി പോണവരെ കണ്ട മുഴുഭ്രാന്ത. അത് കൊള്ളാലോ. പക്ഷെ ഒരു 8ന്റെ പണി അങ്ങോട്ട് കിട്ടിയ പിന്നെ ആളങ്ങ് പേടിച്ചുപോയി. നമ്മുടെ പള്ളിയിൽ പാടുന്ന മിനിയും ടോമിയില് അവര് ഡെയിലി പള്ളി പോവും. അത് അതിയാൻ ഇഷ്ടല്ല. കുശുമ്പ് അല്ലാതെന്താ. വല്ല കാര്യമുണ്ടോ സെലീനെ? പിന്നെ ഞായറാഴ്ച കടമുള്ള ദിവസ. അവരാണെങ്കി നമ്മുടെ ചാവറപിതാവിന്റെ വലിയ ഭക്തരാ. കടമുള്ള ദിവസങ്ങളിൽ കുർബാനെ മാത്രം പങ്കെടുത്താ പോരാ എന്നുള്ള ആശയക്കാരാ. വീടിനടുത്തുള്ള സാധുവായ മത്തായി ചേട്ടന് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നത് അവരുടെ പതിവാ. കാല് വയ്യാതെ രോഗിയായിരിക്കുന്ന മത്തായി ചേട്ടന് മരുന്ന് വെച്ചു കൊടുക്കുന്നതും ആശ്വസിപ്പിച്ച് തമാശയൊക്കെ പറഞ്ഞ് മക്കളില്ലാത്ത അവരെ സന്തോഷിപ്പിക്കുന്നതും ഞങ്ങൾ കാണാറുണ്ട്. ഇതിയാന് വല്ല നഷ്ടമുണ്ടോ? ഇങ്ങേരോട്ട് അതുങ്ങളോട് മിണ്ട് വരെ ചെയ്യില്ല. ഞാൻ 1-2 വട്ടം അവരെ സഹായിക്കാൻ പോയി. അതങ്ങേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ അപകടം എങ്ങനെ പറ്റി? അതാ പറഞ്ഞു വരുന്നേ. ഒന്നും പറയണ്ട എന്റെ സെലീനെ. ഓ, അങ്ങേര് കാണാതെ കുർബാനയ്ക്ക് ഒളിഞ്ഞും പാത്തും നിത്യം ഞാൻ പോകാറുണ്ട്. പിന്നെ ചാവറപിതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ, കടമുള്ള ദിവസങ്ങളിൽ കുർബാന മാത്രം പോരാ, മറ്റുള്ളവർക്ക് എന്തേലും സഹായം ചെയ്യണമെന്ന്. എന്റെ സെലീനെ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇതിയാനോട് പറഞ്ഞു, കുർബാന കഴിഞ്ഞ് നമുക്ക് കൊച്ചുമേരിയുടെ വീട് വരെ ഒന്ന് പോവാന്ന്. കാലങ്ങളായിട്ട് നമ്മുടെ അടുക്കളക്കാരിയാ. അതുങ്ങൾ ആകെ അവശതയിലാ. എന്നിട്ട് നടമണി അടിച്ചോണ്ടിരിക്കുമ്പോ ഇതിയാൻ എന്നെ സ്കൂട്ടർ കയറ്റി.
പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പള്ളിക്ക് സമീപം എത്തിയിട്ടും ഇത് ഞാൻ സ്പീഡ് കുറയ്ക്കോ എന്നെ ഇറക്കാനുള്ള ഒരു ലാഞ്ചനെ കാണുന്നില്ല. ആഹാ. പള്ളി കഴിഞ്ഞതും വണ്ടി നിർത്താൻ പറഞ്ഞ് ഞാൻ ബഹളം വെച്ചു തുടങ്ങി. അത് ഞാൻ ഒരു കൂസലും ഇല്ലാതെ നേരെ വെച്ച് പിടിപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങോട്ടാന്ന്. അപ്പോ അത് ഞാൻ പറയാന്നേ, കാലടി ചന്തയില് ഒരു 3 കിലോ പോത്തിറച്ചിയും 2 കിലോ പന്നിയിറച്ചിയും പറഞ്ഞിട്ടുണ്ട്, അത് വാങ്ങാൻ പോവുകയാണെന്ന്. പറഞ്ഞു തീർന്നില്ല, എന്റെ സെലീനെ ദേ കിടക്കണം. കുറച്ചു നേരത്തെ ബോധക്ഷയത്തിന് ശേഷം ഞാൻ നോക്കുമ്പോഴേ പോത്ത് കിടക്കണ പോലെ റോട്ടിൽ ഞാനും ചെളി കിടന്ന് കുളിക്കണ പന്നീനെ പോലെ കുഞ്ഞച്ചൻ കാനേന്നും കേറി വരുന്നു. ഞാനങ്ങ് സ്തംഭിച്ചു പോയതേ. കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, നട്ടലിനും കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. തമ്പുരാന്റെ കൃപ കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. കളിച്ച് കളിച്ച് വിശുദ്ധ കുർബാനയോട് കയറി കളിക്കാമോ? പ്രാർത്ഥനാ കൂട്ടായ്മയോട് പരമ പുച്ഛളാള ആയിരിക്കണേ. ലീലാമ്മേ, ഇവിടെയുണ്ട്. കുഞ്ഞച്ചേട്ടനുണ്ടോ ധ്യാനത്തിന്? ആ, ഇതിപ്പോ എല്ലാവരും ഉണ്ടല്ലോ. 100 ആയുസായി, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊരു നല്ല പാട്ടുപാടി യാത്രയങ്ങ് ആരംഭിച്ചാലോ? മിനി, ആ നന്മ നിറഞ്ഞ മറിയത്തിന്റെ പാട്ടൊന്ന് പാടിക്കേ. പാടാലോ. നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യാ കന്യാ സർവവന്യാ മേരി ലോകമാതാ നന്മ നേരുമമ്മ വിണ്ണിൻ രാജകന്യാ കന്യാ സർവവന്യാ മേരി ലോകമാതാ. പ്രിയമുള്ളവരെ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ ചാവറലിനെക്കുറിച്ച് 2 എപ്പിസോഡ്സ് നാം ഇപ്പോൾ കണ്ടു. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അവയിലൂടെ ചാവറയച്ചൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ചാവറയച്ചൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദർശനം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഈ ദർശനത്തിലാണ് നാം നമ്മുടെ കുടുംബജീവിതത്തെ നവീകരിക്കേണ്ടത്. അച്ഛനോടൊപ്പം നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഈ വലിയ പരിശ്രമത്തിന് ഒന്നിച്ചുകൂടാം, കൂട്ടായ്മയോടെ നീങ്ങാം. സഭയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും ഈ ചാവറലിലെ സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊണ്ട് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം. അങ്ങനെ ആ ചാവറയച്ചൻ്റെ ദർശനം നമ്മുടെ സഭയിലും നാട്ടിലും പ്രചരിക്കുവാനിടയാകട്ടെ. അത് ദൈവം അദ്ദേഹത്തിലൂടെ നൽകിയ ആ വിശുദ്ധിയുടെ, ആ വിശുദ്ധ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുന്നതിന് ഇടയാക്കും. ഈ സദുദ്യമത്തിന് നമ്മളെ സഹായിച്ച മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ CMC സന്യാസിനി സമൂഹത്തെയും ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് അവരെ നയിച്ചത്. അവരുടെ ഈ പരിശ്രമം തീർച്ചയായിട്ടും സഭയ്ക്കും സമൂഹത്തിനും വലിയ ഒരു അനുഗ്രഹമായി തീരും എന്ന് ഞാൻ കരുതുന്നു. ഇത് കാണാനിടയാകുന്ന എല്ലാവർക്കും കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപ ലഭിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി.